അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രൈഡേ ഒരു മോർണിംഗ് ടു നൂൺ വ്ളോഗാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നേരെ ഇപ്പം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം രാത്രി കഴുകി വെള്ളം ഡ്രെയിൻ ആക്കാൻ വേണ്ടിയിട്ട് പാത്രം ഞാനിപ്പുറത്തെ സിങ്കിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് അതിൻ്റെ പ്രോപ്പർ പ്ലേസിലേക്ക് ഇപ്പം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴേക്കും ആ വെള്ളം അതിനുള്ളിലേക്ക് തന്നെ പോവും. അല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ വെക്കുമ്പോൾ അവിടെയൊക്കെ വെള്ളം കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഒരു സിങ്കിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇല്ല, പാത്രങ്ങളെല്ലാം ആദ്യം ഒതുക്കി അതിൻ്റെ സ്ഥാനത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ ബോട്ടിലിൽ വെള്ളം ഫില്ലാക്കി വെക്കുവാണ്. ഈ ബോട്ടിലിൽ വെള്ളം ഫില്ലാക്കിയിട്ട് ഞാൻ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ അവർ വെള്ളം എടുത്ത് കുടിച്ചോളും. മോൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് ഞാൻ രാവിലെ കുളിപ്പിച്ച് ബ്രഷൊക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഇനിയിപ്പം കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുവാണ്. മോള് നല്ല ഉറക്കമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്. ഇനിയിപ്പം ഉറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് അവൾ എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് മോൻ ഇവിടെ ഇരുന്ന് കാർട്ടൂൺ കാണും. ഇപ്പോൾ കൂടുതലും ഈ ഗെയിമിങ് ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനാണ് ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ ഇതാണ് കൂടുതലും കാണുന്നത്. ഇതിലിങ്ങനെ കാറ് റേസിങ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും അതാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഇത് തന്നെയാണ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് വന്നിട്ട് പിന്നെ മോനെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്ന് അവളും കുറച്ച് നേരം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്യാൻ വിളിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ പിണങ്ങിപ്പോയി ഒരു സൈഡിൽ നിൽക്കുകയാണ്. ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ആൾക്ക്. അപ്പോൾ ഇപ്പം മോൾക്ക് ബ്രഷൊക്കെ ചെയ്തിട്ട് ഇന്നിപ്പം ലൈറ്റായിട്ട് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓട്സ് ഉണ്ടാക്കാനായിട്ട് 4 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് പിന്നെ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ എടുത്തപ്പോഴാണ് ബോട്ടിൽ പഞ്ചസാര തീർന്നു എന്നറിഞ്ഞത്. പിന്നെ അത് ഫില്ലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പഞ്ചസാരയും കൂടി ഇട്ട് അത് നന്നായിട്ട് ഓട്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഇളക്കി ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ അടിയിൽ പിടിക്കും. പിന്നെ അവസാനം അതിലേക്ക് പാലും കൂടി ഒഴിച്ച് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇവർ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലിൽ കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ട് അതിങ്ങനെ രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുപേരും അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. ഫസ്റ്റ് ആര് ഫിനിഷ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ കുടിക്കുന്നുണ്ട്. മൂടുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ കുടിക്കത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വെച്ചിട്ട് പോവും. ഇന്നിപ്പം രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഓട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പം മോളും കൂടെ ഇങ്ങനെ കൂടിയിരിക്കും അവൾ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ കുടിക്കില്ല. അവസാനം പാക്കി വെച്ചിട്ട് പോവും. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഞാനും കൂടി അത് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരം അവൾക്ക് ഒറ്റയ്ക്ക് തന്നെ അത് കുടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് തരും. പിന്നെ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്യാനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കും, കുറച്ച് നേരത്തേക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വന്ന് നിന്നിട്ട് ഞാൻ ഉമ്മയെ ഹെൽപ്പ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ അവൻ പോയി ഞാൻ കഴിച്ച പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി മാറ്റുന്നുണ്ട്. അപ്പോഴപ്പോഴുള്ളത് അപ്പോഴപ്പോഴും തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജോലി എളുപ്പമുണ്ട്, നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ പാത്രങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴുകി അതിപ്പുറത്തെ സിങ്കിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഡ്രെയിനായതിന് ശേഷം മാത്രമേ അതെടുത്ത് അതിൻ്റെ പ്രോപ്പർ പ്ലേസിലേക്ക് മാറ്റി വയ്ക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് മക്കൾ അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടെ കാർട്ടൂണൊക്കെ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഇക്കാക്ക് ഇന്നിപ്പോൾ പോകണം, ഫ്രൈഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ജോലിയുണ്ട്. ഫ്രൈഡേസൊക്കെ നോർമലി ഉച്ചയ്ക്ക് വരും. ഉച്ച എന്ന് പറയുമ്പോൾ ഒരു 3-3:30, ചില ദിവസങ്ങളിൽ 4 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എത്തുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആകും. അതുകൊണ്ട് ഞങ്ങളോട് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവിടുന്ന് ഫുഡ് ഉണ്ടാകും, അവിടുന്ന് കഴിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി അവിടെയെല്ലാം ഞാനൊന്ന് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ ചെയ്തിടുമ്പോൾ തന്നെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അല്ലാണ്ട് എല്ലാം വാരി പരത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് കയറാനും തോന്നില്ല, നമുക്ക് കുക്ക് ചെയ്യാനും തോന്നില്ല, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും കിച്ചൺ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുക്കിങ്ങിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുകയും നമുക്ക് കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് നമുക്ക് തോന്നുകയൊക്കെ ചെയ്യും. പിന്നെ ഇനിയിപ്പം ഈ ഒരു കുക്കിംഗ് റേഞ്ചും കൂടി ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് റേഞ്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ആക്കുവാണ്. ഇടയ്ക്ക് ആകുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് എടുക്കുമ്പോഴേക്കും നല്ലപോലെ ക്ലീൻ ആയിട്ടിരിക്കാറുണ്ട്. ബേക്കിംഗ് പൗഡറും പിന്നെ വിനെഗറും കൂടി മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കുക്കിംഗ് റേഞ്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഈ ഒരു സ്പ്രേ ബോട്ടിലെടുത്ത് വെച്ചിട്ട് അതിനുള്ളിലേക്ക് വിനെഗറും പിന്നെ കുറച്ച് കംഫർട്ടും കൂടെ വെച്ചിട്ട് അത് നന്നായിട്ട് ക്ലീൻ ആക്കി കൊടുക്കും. അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു റിഫ്രഷിങ് ആയിട്ടിരിക്കും. നമുക്ക് വീടിനുള്ളിലേക്ക് വരുമ്പം നല്ല സ്മെല്ലും നല്ല ഒരു എന്താ പറയുക, ഒരു മൈൻഡ് നല്ല ഫ്രഷ് ആൻഡ് പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വീട് ഫുള്ള് ക്ലീൻ ആക്കുന്നത്. ആദ്യം എൻ്റെ സൈഡിലൊരു ടേബിൾ വെച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെയും ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സോഫയിൽ ഇങ്ങനൊരു ബെഡ്ഷീറ്റ് ആണ് വിരിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ സോഫ കവർ നോക്കിയിട്ട് എങ്ങും കിട്ടുന്നുണ്ടായിരുന്നില്ല. മക്കൾ ചോക്ലേറ്റൊക്കെ വെച്ച് ആകെ ഒരു കോലമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു ബെഡ്ഷീറ്റ് സോഫ കവർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ബെഡ്ഷീറ്റ് മേടിച്ചിട്ട് അതിൻ്റെ സൈസിൽ കട്ടാക്കി അതിങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 4 സൈഡിലും ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ച് ഇതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് എല്ലാം വിരിച്ച് നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും നമുക്കെടുത്ത് വാഷ് ചെയ്യുകയും ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് വേറെ ബെഡ്ഷീറ്റ് നമുക്ക് യൂസ് ആക്കാം. വാഷ് ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ ഒരു ഡെക്കറേറ്റീവ് സംഭവം വെച്ചിട്ടുണ്ട്, ഒരു ചെടി പോലെ അത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പേപ്പറും ഒക്കെ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ രാത്രി ഞാൻ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തുടച്ചൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ വലുതായിട്ടുണ്ടാവില്ല. അപ്പം മോനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഫുള്ള് രണ്ടുപേരും കൂടി കളിക്കുമ്പോൾ ടോയ്സും പിന്നെ പേപ്പറും ഒക്കെ വാരിയിട്ട് അവിടെയൊക്കെ എന്തെങ്കിലും മെസ്സി ആയിട്ടിരിക്കുമ്പോൾ ഉണ്ടാവും. അല്ലാതെ മോൻ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ കഴിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാനിതുപോലെ ഒന്ന് ഡെയിലി ക്ലീനിങ് ചെയ്താലേ ഒരു സമാധാനം ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും മൈൻഡ് പോസിറ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്ന വീട് കാണുമ്പോഴേ നമുക്ക് ജോലി ചെയ്യാനാണെങ്കിലും എന്തിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എല്ലാം മെസ്സിയായി കിടക്കുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം നീറ്റായിട്ട് അതെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എല്ലായിടവും മോപ്പ് ചെയ്ത് കൂടെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മോപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും. പിന്നെ മക്കളുള്ള വീടുകളിൽ അറിയാമല്ലോ, ഇതിപ്പോൾ എത്ര ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവർ ഓരോന്നൊക്കെ എടുത്തിട്ട് ടോയ്സൊക്കെ എടുത്തിടുകയും പിന്നെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും അത് കുറച്ചൊക്കെ താഴെ പോകും. അങ്ങനെയൊക്കെ. അപ്പം മക്കളുള്ളപ്പം അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്കൊരു സമാധാനത്തിന് ഇതെല്ലാം ഇങ്ങനെ ചെയ്തിടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുള്ള് എല്ലാം നല്ല പോലെ മോപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ഈ സോഫേൻ്റെ അടിയിലൊക്കെ ഞാൻ ഡെയിലി ക്ലീൻ ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ക്ലീനിങ്ങിന് ഡീപ്പ് ക്ലീനിങ് വരുമ്പോഴേക്കും വലിയ ബുദ്ധിമുട്ട് വരാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റൂം ഫ്രഷ്നർ വെച്ചിട്ട് ഞാനെല്ലാം നല്ലപോലെ റൂമിലും ഹാളിലും ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ ട്രോളിയിലും ബാഗിലും ഒക്കെ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ടോയ്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ച് അവർ കളിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. അപ്പോൾ അതിനുള്ളിലൊരു ഡോളുണ്ട്. അത് ഭയങ്കര പേടിയാണ്. അത് പെട്ടെന്ന് ബാക്കിലേക്ക് മാറിയിട്ടുള്ളത്. ഭയങ്കര പേടിയാണ് ഡോള്. സാധാരണ പെൺകുട്ടികൾക്ക് ഈ ഡോള് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവർക്ക് ഡോള് ഭയങ്കര പേടിയാണ്. വേറൊരു ഡോളുണ്ട് ഇങ്ങനെ
ബട്ടൺ അമർത്തുമ്പോഴേക്കും ഇങ്ങനെ നടന്ന് വരുന്നത്. അപ്പോൾ അതിങ്ങനെ കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലിങ്ക് ആകും. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഭയങ്കര പേടി. ഇപ്പോൾ ഇതിൽ ചെറുതായിട്ടൊക്കെ കളിക്കുന്നുണ്ട്, എന്നാലും ഒരു പേടിയുണ്ട് പിടിക്കാനൊക്കെ. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര പേടിയാണ്. അപ്പോൾ ആ ഒരു ഡോള് മുകളിലാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അത് താഴേക്ക് എടുക്കുമ്പോഴേക്ക് എന്നെ ഓടും. ഇപ്പോൾ ഈ കടയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ടോയ്സ് സെക്ഷനിൽ പോയിട്ട് ഈ ഒരു ഡോളിൻ്റെ സെക്ഷൻ എത്തുമ്പോൾ കരച്ചിലാണ് ആൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മുസമ്പിയും ക്യാരറ്റും കൂടെ ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ മോൻ്റെ ഒരു ഫ്രണ്ട് അപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റുള്ളവനുണ്ട്, ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനും ഇവരും കൂടി ഇരുന്ന് കുടിക്കുന്നുണ്ട്. ഇവനൊന്നും കൊടുത്താൽ അങ്ങനെ കുടിക്കാറില്ല, പക്ഷെ അന്ന് എന്തോ കുടിച്ചു. എന്നിട്ട് ആ ജ്യൂസ് അടിച്ച ആ ഒരു പാത്രങ്ങളും മിക്സിയും ഒക്കെ അപ്പം തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. എല്ലാം അപ്പോഴപ്പോഴും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകൽ ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. സാധാരണ പാത്രം കഴുകലാണ് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഒരു ചായ ഇട്ടാൽ തന്നെ ഒരു കുന്ന് പാത്രം ഉണ്ടാകും. അപ്പോൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. അപ്പോൾ ഇനിയിപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പട്ട, പിന്നെ ഞാനിവിടെ ഷാജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 3 ഏലക്കയും പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ക്യാരറ്റ് കട്ട് ചെയ്തത്, പിന്നെ ഒരു ടൊമാറ്റോയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒരുപാട് വാടി വരേണ്ടൊന്നും കാര്യമില്ല. എന്നാലും ഞാൻ ടൊമാറ്റോ ഒന്ന് ഇങ്ങനെ മാഷായി വരുന്ന രീതിയിൽ വരെ ഞാൻ ആക്കി കൊടുക്കാറുണ്ട്. അതിനുശേഷം അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 1.25 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. അതിട്ട് അരിയിൽ ഈ മസാലയൊക്കെ ഫുള്ള് മിക്സ് ആകുന്ന രീതിയിൽ അരി നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഇതിൻ്റെ ഒരു ഇതൊക്കെ ചോറിൽ പിടിക്കുന്നതിനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിന് എത്രയാണോ എടുത്തത് അതിൻ്റെ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള ഇതിൽ വെള്ളം എടുത്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് മിക്സ് ആയതിനു ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇവിടെ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ അത് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ സലാഡ് ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റും പിന്നെ ഒരു സവാളയും കട്ട് ചെയ്ത് അതിലേക്ക് തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി വെച്ച് നന്നായിട്ട് മിക്സാക്കി സലാഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ മക്കൾ കഴിക്കില്ല സലാഡ്, ഇതുപോലെ ക്യാരറ്റും ഇതൊക്കെ ഇങ്ങനെ കടിക്കാൻ വരുന്നതുകൊണ്ട് അവർക്ക് കഴിക്കില്ല. അപ്പോൾ അവർക്ക് തൈര് കൊടുക്കും, ഞങ്ങൾ സലാഡും കഴിക്കും. എന്നിട്ട് ആ ഒരു സ്ഥലമൊക്കെ വീണ്ടും തുടച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറന്നപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലപോലെ വറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി തണുത്ത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ നെയ്ച്ചോറ്. അപ്പോൾ ഇനി അടുത്ത് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് നമ്മുടെ കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് സവാള, ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയായിരുന്നു, അപ്പോൾ 4 എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇത് വെന്ത് വരുന്ന സമയത്തേക്ക് അടപ്പും തുറന്നിട്ട് ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. അതിട്ട് നല്ലതുപോലെ ഇതൊന്ന്
യോജിപ്പിച്ചെടുക്കുക. ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ. ഈ ഒരു സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇതൊന്നും കരിഞ്ഞു പോകാറുണ്ട് പൊടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് അത് യോജിപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. വെച്ച് നന്നായിട്ട് അടച്ച് നല്ലപോലെ അത് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്ക് മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ ഇതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ചിക്കൻ വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ചിക്കൻ നല്ലതുപോലെ വേവിക്കുക. എന്നിട്ട് അവസാനം ഞാൻ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കും. ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്കും ഇഷ്ടമാണ്, ഇക്കാക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കസൂരി മേത്തി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ ഒരു നാരങ്ങയും കൂടെ അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കസൂരി മെത്തി ഉള്ളതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ് ഈ കസൂരി മെത്തിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കുക്കിംഗ് റേഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീസി എഫക്റ്റ് കുറഞ്ഞു കിട്ടും. എപ്പോഴും നല്ല വൃത്തിയായി കുക്കിംഗ് റേഞ്ച് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി ഫുൾ കിച്ചണെല്ലാം നല്ല വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിനിയിപ്പം ചോറൊക്കെ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.